ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ വധിച്ചത് നീണ്ടകാലത്തെ ആസൂത്രണത്തിനൊടുവിലാണ്. ഹനിയയുടെ കൊലപാതകം ലോകത്താകെ ആക്രമണ ഭീതിയാണ് പരത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ അതിശക്തമായ നെറ്റ്വർക്കുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചാവേർ പടകൾ വരെ അതിലുണ്ട്. ഈ ഗ്രൂപ്പുകളെ ലോകരാജ്യങ്ങൾ ഭയപ്പെടുക തന്നെ വേണം. ചുരുക്കത്തിൽ ഹമാസ് തലവന്മാരെ ഇസ്രായേൽ കൊന്നൊടുക്കുമ്പോൾ ഭീഷണിയാകുന്നത് ലോകരാജ്യങ്ങൾക്കാണ്. ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്ന ഏത് രാജ്യത്തിനും തിരിച്ചടി കിട്ടാമെന്നതാണ് നിലവിലെ അവസ്ഥ. അത് അമേരിക്കയും ഇസ്രായേലും തന്നെ ആവണമെന്നുമില്ല. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഇറാനും സഖ്യകക്ഷികളും തെഹ്റാനിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, പലസ്തീൻ സംഘടനയായ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് എന്നിവയുടെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ലോകത്തെവിടെയും നിമിഷനേരം കൊണ്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ള സംഘടനകളാണിവ. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ആശങ്കയിലാണ്. വിദേശയാത്ര നടത്തുന്ന പൗരന്മാർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിദേശത്തുള്ള ഇസ്രായേൽ പൗരന്മാരും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടേക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണിത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സമാന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് അവരിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഹമാസിൻ്റെ സൈനിക മേധാവി മുഹമ്മദ് ദായിഫിനെ വധിച്ചതായും ഇസ്രായേൽ സേന ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത് മേഖലയിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2021 ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ 7 വധശ്രമങ്ങളെയാണ് ദായിഫ് അതിജീവിച്ചിരിക്കുന്നത്. ഈ ആക്രമണങ്ങളിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടമായിട്ടുമുണ്ട്. ദായിഫിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ മാർവാൻ ഇസയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയ്ക്കായി ടെഹ്റാൻ സർവകലാശാലയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് നേതൃത്വം നൽകിയത്. തെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ ആയിരങ്ങളെത്തി ആദരാഞ്ജലി അർപ്പിച്ചതും വേറിട്ട കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഖത്തറിലാണ് ഇസ്മായിൽ ഹനിയയുടെ ഖബറടക്കം നടക്കുന്നത്. ഗസയിലെ ഹമാസ് മേധാവി യഹിയ സിൻവാർ, സൈനിക കമാൻഡർ മുഹമ്മദ് ദായിഫ്, സൈനിക ഉപമേധാവി മർവാൻ ഇസ എന്നിവരെ വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ അവകാശവാദം വെച്ച് നോക്കുമ്പോൾ യഹിയ സിൻവാർ ഒഴികെയുള്ള ഉന്നതരെ ഇസ്രായേൽ ഇതിനകം വകവരുത്തി കഴിഞ്ഞിട്ടുണ്ട്. റഷ്യയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. തിരിച്ചടി ഏത് രൂപത്തിൽ വരുമെന്ന ഭയം അമേരിക്കൻ സഖ്യകക്ഷികൾക്കുമുണ്ട്. ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ആ രാജ്യത്ത് പറന്നിറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ അണിയറയിൽ പ്രവർത്തിച്ചവർ വീണ്ടും സംഘടിച്ചിരിക്കുന്നു. ഇനിയും എന്ത് സംഭവിക്കാം എന്നത് തന്നെയാണ് നിലവിലെ അവസ്ഥ.